ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ സമാധാനത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അമ്മയുണ്ടല്ലോ ഒരു 5 കിലോ അരി പൊടിപ്പിച്ചിട്ട് പുട്ടിന് വേണ്ടി ഇങ്ങനെ വറുത്ത് വെക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ അങ്ങ് എടുക്കാമെന്നുള്ളത്. സിമ്പിളായിട്ട് ചിലപ്പോൾ എല്ലാ വീട്ടിലും ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും, എങ്കിലും ഇരിക്കട്ടെ എൻ്റെ വക. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് കാണുന്ന കാഴ്ച കേട്ടോ. ഈ പേപ്പറിൽ ഇട്ട് വെച്ചത് ചൂടോടിയ കറക്റ്റ് പാകത്തിന് വറുത്ത് വെച്ചതും ആ വട്ടയിൽ കാണുന്നത് തണിഞ്ഞതുമാണ്. ഈ തണിഞ്ഞതിന് ശേഷം മാത്രമേ അതൊരു പാത്രത്തിൽ ഇട്ട് വെക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ കുറേ കാലം നമുക്കത് യൂസ് ചെയ്യാം. നമുക്കൊരു 6 മാസത്തോളം എത്താറുണ്ട്. ഈ പറഞ്ഞ പോലെ മുളക്, മല്ലി ഇതൊക്കെ നമ്മൾ പൊടിപ്പിച്ചിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇത് നോക്കിയാൽ ഇതിപ്പോൾ പുട്ടുപൊടി തീർന്ന സമയത്ത് പെട്ടെന്ന് പുട്ടുണ്ടാക്കാൻ വേണ്ടി ഒരു 1/2 കിലോ പുട്ടുപൊടി വാങ്ങിച്ചതാണ്. അതിന് 44 രൂപയാണ്. നമ്മൾ ഈ 5 കിലോ അരി പൊടിപ്പിച്ചതിന് 120 രൂപയാണ്. അപ്പം നിങ്ങൾ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ ഈ 6 മാസത്തോളം നമുക്ക് ഏകദേശം രാവിലത്തെ ചായയും കടി അങ്ങ് ഒപ്പിക്കാനായില്ലേ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 കിലോളം പത്തിരിക്കുള്ള പൊടിയും കൂടി പൊടിപ്പിച്ചിട്ട് അതും വറുത്ത് വെക്കും കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ആ ഒരു അടുക്കളയിലുള്ള ബഡ്ജറ്റ് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് കുറഞ്ഞ് കിട്ടും. വറക്കുന്നതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് വറന്ന് വരുമ്പോൾ നല്ലൊരു പുട്ടുണ്ടാക്കുന്ന ആ ഒരു സ്മെല്ല് തന്നെ ഉണ്ടാവും. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ തണിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലുള്ള ഒരു ഡബ്ബയിൽ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ സ്വാഭാവികമായും ഇന്നലെ പുട്ടുപൊടി വറുത്താൽ ഇന്ന് മിക്കവാറും പുട്ട് തന്നെയായിരിക്കും എല്ലാ വീട്ടിലും. അതെ, നമ്മുടെ വീട്ടിലും ഇന്ന് പുട്ട് തന്നെയാണ്. പുട്ടും ചെറുപയറിയും. അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാൻ തുടങ്ങി. രാവിലെ നമ്മൾ തിളച്ച വെള്ളത്തിലേട്ടാ പുട്ടിൻ്റെ പൊടി കുഴക്കുക. അപ്പോൾ അമ്മ ഇതൊക്കെ എന്നെ അമ്മയെ പഠിപ്പിച്ചേ. അമ്മ പറഞ്ഞ് നല്ല സോഫ്റ്റ് കിട്ടും ഈ പുട്ടിന്. ആ ഒരു വൈകുന്നേരം ഇനി ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് അങ്ങനെ ഒരു ഉറച്ചു പോകാത്ത രീതിയിൽ കിട്ടും. ഇതുപോലെ ചൂടുവെള്ളം എന്ന് വെച്ച് കൈ നോക്കി കഴിഞ്ഞാൽ അമ്മേ എന്ന് പറഞ്ഞു പോകരുത്. ആ ചൂടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മിനിമം ചൂടായിരിക്കണം. ഞാൻ പറഞ്ഞത് മാറിപ്പോയി. തിളച്ച വെള്ളമല്ല, തിളക്കാനൊരുങ്ങുന്ന വെള്ളം. ആഹാ, എന്താ കവിഭാവനയല്ലേ, തിളക്കാനൊരുങ്ങുന്ന വെള്ളം. എന്തോ ഒരു കവിതയുടെ ടൈറ്റിലെല്ലാം പോലെ ഉണ്ടല്ലേ കേൾക്കാൻ വേണ്ടിയിട്ട്. നവരാത്രിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. വ്രതം എടുത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. എന്നെപ്പോലെ വ്രതം എടുക്കാൻ മടിച്ചുകളായ ആരെങ്കിലും ഉണ്ടോ? പുട്ടിന് കുഴക്കാൻ അറിയാത്തവർ ഇതാ കണ്ടുപിടിച്ചു. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് പുട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പുട്ടിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ കുഴച്ച് കിട്ടിയാൽ ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ ഇതുപോലെ ഉണ്ട ആയി കിട്ടണം. ആ ഉണ്ട പിടിക്കുമ്പോൾ പൊടിഞ്ഞും കിട്ടണം. അതാണ് പുട്ട്. അപ്പോൾ മനസ്സിലായ? ഈ ഒരു പരുവത്തിൽ നനച്ച് എടുത്തോളാം. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഈ മീനാക്ഷി പറഞ്ഞ പോലെ ഞാനും ധരിച്ചു വെച്ചത് കോലെടുത്ത് കുത്തി പുറകിൽ നിന്ന് അങ്ങ് തള്ളിവിട്ടാൽ പുട്ടായില്ലേന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഈ പുട്ടിന് കുഴക്കുമ്പോൾ ഈ മിക്സ്ചറിലൊക്കെ കിടക്കുന്നവരെ ഉരുള ഇങ്ങനെ കിടക്കും. അതെൻ്റെ സച്ചേട്ടനാങ്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവർക്കത് ഇഷ്ടമല്ല. അവർ പറയും പുട്ട് എന്നെല്ലാം പറയുമ്പോൾ നല്ല പൂ പോലെ ആയിരിക്കണം. നമ്മളെ ആ പാട്ട് പോലെ പൂക്കൾ അത് തിന്നാൻ തോന്നരുതെന്ന് പറയും. പിന്നെ എന്തിനാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്? എങ്ങനെയെങ്കിലും കുഴച്ച് നമ്മൾ വയറങ്ങ് നിറഞ്ഞാൽ പോരേന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. സച്ചേട്ടൻ കാണാൻ അത് നല്ല മൊഞ്ചോടെ ഇരിക്കണം. അതും ഈ ഉരുളകളില്ലാണ്ട്. ഞാനുണ്ടല്ലോ പുട്ട് ഇതിലാണ് ഉണ്ടാക്കൽ. ഇതിലാവുമ്പോൾ നമ്മളെ കുടുംബത്തിൽ 4 പേരാണ് ഉള്ളത്. 4 പേർക്ക് അങ്ങ് 4 കഷ്ണം ഉണ്ടാക്കിയാൽ മതി. മറ്റേ കുറ്റിയിലാവുമ്പോൾ ഈ 2 കഷ്ണം വെച്ച് ഉണ്ടാക്കണം. മൊത്തം 8 കഷ്ണം. അപ്പോൾ അത്രയും ടൈം എൻ്റെ പോയില്ലേ. അതാണ് ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ട്രിക്സെല്ലാം ഉപയോഗിക്കണം. ആരോടും പറയണ്ട കേട്ടോ. ഇതുപോലുള്ള ട്രിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റും പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഓരോ പുട്ടായിട്ട് അങ്ങ് തള്ളി ഇട്ടു. ഇപ്പം ഞാൻ തള്ളി മറിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. രാവിലെ പുട്ടാ കഴിച്ചതെന്ന് ഒന്ന് മാനിക്കണേ എല്ലാവരും. നിങ്ങളെൻ്റെ അമ്മേനെ കണ്ടില്ലേ? ഇതാണ് കേട്ടോ എൻ്റെ അപ്പൻ. അപ്പം ഞാനും അപ്പൻ്റെ കൂടെ അങ്ങ് രാവിലെ ചായ കുടിച്ചു. ചെറുപയറേറിയും പുട്ടും എല്ലാം കൂട്ടിയിട്ട്. ഞാൻ രാവിലെ ചായ കുടിക്കല്ല, ഗ്രീൻ ടീ കുടിക്കൽ. അപ്പോൾ ഈ പുട്ട് കാണുമ്പോൾ എനിക്ക് വീണ്ടും പാടാൻ തോന്നുന്നത് പൂക്കൾ പനിനീർ പൂക്കൾ നീയും പാടുന്നുണ്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എല്ലാം തിരുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.